മന്ത്രി വി.എൻ. വാസവൻ നമുക്കൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, കോട്ടയത്തെ സംബന്ധിച്ച് വളരെ എല്ലാവർക്കും അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ഈ വിധത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് മിനിസ്റ്റർ? ആ സംഭവം അങ്ങേറ്റം നാടിനെ നടുക്കിയ ഒരു സംഭവമായിട്ടാണ് നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ വിജയകുമാർ ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിന്റെ ഉടമസ്ഥനും ബിസിനസ്മാനുമായിരുന്നു. ഒരു പ്രവാസിയാണ് അദ്ദേഹം. ഞങ്ങളൊക്കെയായിട്ട് നല്ല സൗഹൃദ ബന്ധം പുലർത്തിയും ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത സ്വീകാരനായ ഒരു ബിസിനസ്മാനായിരുന്നു. അപ്പൊ ഇത്ര ഒരു ഞെട്ടിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള അന്ത്യം ഉണ്ടാവാൻ ഇടവന്ന സാഹചര്യം എന്താണെന്ന് പോലീസ് ഇപ്പോൾ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ പോലീസ് ലോകവും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ ഈ കാര്യങ്ങൾ പരിശോധിച്ച് കൂടുതലായി അന്വേഷണത്തിൽ എന്താണ് ഇതിന് കാരണമെന്നും ആരാണ് ഇതിന് ഉത്തരവാദി എന്നും കണ്ടെത്തിയതിന് ശേഷം മാത്രമായിരിക്കും നമുക്കത് സംബന്ധിച്ച് ആധികാരികമായി പറയാൻ കഴിയുക. ഇപ്പൊ സംശയത്തിന്റെ ആനുകൂല്യങ്ങൾ വെച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത് ശരിയാവില്ല. ഏതായിരുന്നാലും ഒരു കൊലപാതകമാണ് എന്ന രൂപത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്ന ആദ്യത്തെ നിഗമനം. അത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന രൂപത്തിലുള്ള സംഭവങ്ങളാണ്. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് രംഗത്തെ ശത്രുതയോ മറ്റേതെങ്കിലും രൂപത്തിലുള്ള വകവോക്കലിന്റെ ഉള്ളടക്കമോ ഉള്ളതായിട്ട് അറിയില്ല. പൊതുവെ ശാന്തനായ ഒരു മനുഷ്യനായിരുന്നു. വൃദ്ധ ദമ്പതികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. എത്രയും വേഗം കുറ്റവാളികളെ കണ്ടുപിടിക്കാനുള്ള പോലീസിന്റെ സമർത്ഥമായ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ മിനിസ്റ്റർ, ആ വിധത്തിലുള്ള അന്വേഷണം ആരംഭിക്കുകയാണ്. അതിനെപ്പറ്റി നമുക്കിപ്പോൾ ഒരു കമന്റ് പറയാൻ സാധിക്കില്ല. താങ്കൾക്ക് വ്യക്തിപരമായി അറിയുന്ന ഒരു കുടുംബമാണല്ലോ, അവരുടെ കുടുംബ പശ്ചാത്തലം ഉൾപ്പെടെ താങ്കൾക്ക് അറിയുന്നതല്ലേ? പല പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹവുമായി നല്ല സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് ഞാൻ മുമ്പ് MLA ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ്. കോട്ടയം MLA ആയിരിക്കുന്ന കാലഘട്ടം മുതൽ അദ്ദേഹവുമായിട്ട് നല്ല സൗഹൃദ ബന്ധം സ്ഥാപിച്ചായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എല്ലായ്പ്പോഴും വളരെ ഭവ്യമായും അതോട് ശാന്തമായും എല്ലാ പ്രശ്നങ്ങളെയും സമീപിക്കുകയും എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുകയും ഏറ്റവും നല്ല സൗഹൃദ വലയവും ഒക്കെ തീർത്ത് മുന്നോട്ട് പോകുന്ന ശാന്തനായ ഒരു ബിസിനസ്മാൻ ആയിരുന്നു അദ്ദേഹം. ഏതെങ്കിലും ആർക്കെങ്കിലും ഒരു ഉപദ്രവം ചെയ്യുകയോ പ്രകോപനം ഉണ്ടാക്കുകയോ ചെയ്ത ഒരു അനുഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി, ഇവരുടെ മക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ഉൾപ്പെടെ എവിടെയാണെന്നതിനെ പറ്റി അറിവുണ്ടോ? ഇവർ ഒറ്റയ്ക്കായിരുന്നല്ലോ ഇവിടെ താമസിച്ചിരുന്നത്? ആയിരുന്നു താമസിച്ചിരുന്നത്. ബാക്കി വിശദാംശങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയതിനു ശേഷം പറയാം. ഓക്കെ, താങ്ക് യു. മിനിസ്റ്റർ വി.എൻ. വാസവനാണ് നമ്മളോട് പ്രതികരിച്ചത്. മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തെ അറിയാവുന്നതാണ്. വളരെ സൗമ്യനായിരുന്നു. നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇപ്പോൾ മിനിസ്റ്റർ വി.എൻ. വാസവനും പറഞ്ഞതുപോലെ, ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ എല്ലാവരുമായി സൗമ്യമായി പെരുമാറിക്കൊണ്ടിരുന്ന സഹൃദയനായ ഒരു മനുഷ്യനായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ശത്രുതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശത്രുതയോ ഉണ്ടായിരുന്നതായി പരസ്യമായി അത് ആളുകൾക്ക് അറിയുന്ന ഒരു കാര്യം അല്ലായിരുന്നു. എന്തായാലും ഇത് കൊലപാതകമാണ് എന്ന വിധത്തിലേക്ക് തന്നെ പോലീസ് സൂചനകൾ നൽകുമ്പോൾ, ഉറപ്പിച്ചു പറയുമ്പോൾ, സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ, കാര്യങ്ങൾ, പ്രതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുകയാണ്. എന്തായാലും കോട്ടയം നഗരമാകെ വലിയ ഞെട്ടലിലാണ്. തിരുനക്കരയുള്ള ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൻ്റെ ഉടമയും വ്യവസായിയുമായിട്ടുള്ള വിജയകുമാറും ഭാര്യ മീരയുമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. വൃദ്ധ ദമ്പതികൾ അവിടെ താമസിച്ച് വരികയാണ്. പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. അവിടെ കോട്ടയം SP ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ഗൂഗിൾ രമേശ് റിപ്പോർട്ട് ചെയ്തത്.